ജോണി എഴുന്നേക്ക്, മണി 7 ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ. എത്ര പേരെ വിളിക്കണം ഡിന്നറിന്? അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി. എന്റെ അപ്പച്ചൻ അറിയിച്ചു? ആ, അറിയിച്ചു. കൊളവാക്കോ? പിന്നെ വേഗം കുളിച്ചൊന്ന് റെഡിയാവാൻ നോക്ക്. എന്തോ? എന്റെ ഷൂ എവിടെ? മുകളിലുണ്ടായിരുന്നല്ലോ. അവിടെയും കാണാനില്ല. പിന്നെ എവിടെ പോയി? ഇനി മോനെങ്ങാനും എടുത്തോ നോക്ക്. മോനെ, ആഹാ, ജോണി ഇത് കണ്ടോ? നീ ജാഗയുടെ മോൻ തന്നെ. കൊമ്പം മീശയൊക്കെ വരച്ച്. വൈകിട്ട് വരേണ്ടവരൊക്കെ നീ തന്നെ വിളിച്ചേക്കണം. എനിക്ക് ചിലപ്പോ സമയം കിട്ടുന്ന വരില്ല. തരട്ടെ. ബൈ. മീശ കൊള്ളാം കേട്ടാ. ഡാഡിക്ക് ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. വാ മോനെ, പാടാ കുട്ടാ. അപ്പച്ചനോ? ഇതെന്താ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. അപ്പച്ചൻ നടന്നാ വന്നത്? ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപ ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എങ്ങനെ നടന്നു? ആ പഴയ പിശുക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ സർവീസിലുള്ള കാലത്തായിരുന്നെങ്കിൽ ആ ഡ്രൈവറുടെ ഒരു എല്ലാം എന്റെ കയ്യിലിരുന്നേനെ. ആ ജോണിക്കുട്ടി എന്തേടി? ഓഫീസിൽ പോയി. ആ ഇന്ന് ജോമോന്റെ ബർത്ത്ഡേ ആയിട്ട് അവന് ലീവ് എടുക്കാൻ മേലായിരുന്നോ? മോനുമായിട്ട് രാവിലെ പള്ളിയിലേക്ക് ഒന്ന് പോയിക്കൂടായിരുന്നോ? അപ്പച്ച, എനിക്ക് ജോണിയോട് കുറച്ച് ഫ്രണ്ട്സിനെ ക്ഷണിക്കാനുണ്ട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ, ജോർജ് കുട്ടിച്ചായനാ? ആ, ഞാൻ മീരയാ. ഇന്ന് മോന്റെ ബർത്ത്ഡേയാ. വൈകിട്ട് വീട്ടിൽ വെച്ച് ചെറിയൊരു ഡിന്നർ. വളരെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം വരണം. ലീലാമ്മ ചേട്ടത്തിയോടും പറയണം. വയ്ക്കട്ടെ. ഈ ജോർജ് കുട്ടി ഏതാ? തലവടിക്കാരനാണോ? എനിക്കറിഞ്ഞൂടാ. ജോണിയുടെ ഫ്രണ്ടാണ്. പോർട്ടിലാ ജോലി. അത് പോട്ടെ. ആള് യാക്കോബക്കാരനാണോ മാർത്തോമക്കാരനാണോ? അതും എനിക്കറിയത്തില്ല. ആള് വരുമ്പോ അപ്പച്ചൻ നേരിട്ടങ്ങ് ചോദിച്ചോ. തലവടിയോ മാർത്തോമോ എന്ത് വേണമെങ്കിലും. അതല്ല മോളെ, ഞാൻ തലവടി ആയിരിക്കുമ്പോ ഒരു യാക്കോബക്കാരൻ ജോർജ് കുട്ടി എന്നൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അവൻ എത്ര ഏക്കറാ റബ്ബർ തോട്ടവും തെങ്ങും തോപ്പും ഒക്കെ. ഞാനവിടെ ചാർജ് എടുക്കുമ്പോ തുടങ്ങി അപ്പച്ചന്റെ പഴംപുരാണം. ഞാൻ കാപ്പി എടുക്കാം. കൊച്ചന്തേടി? അവൻ അപ്പുറത്തെങ്ങാണ്ടിരുന്ന് കളിക്കുക. ഹലോ, GK Exports. Just a minute, sir. A call from Bombay, sir. Voltas. Yes. Okay, we will look into it. Okay, Mr. Malhotra. Thank you. എന്താ ജേക്കബേ, അത്യാവശ്യം കൊണ്ട് വിളിച്ചാ പോരായിരുന്നോ? പോരാ, നേരിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അന്ന് തന്നോടൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന്റെ തീരുമാനം അറിയാനാ വന്നത്. PK മുഖർജിയുടെ കൂടെ അല്ലേ? ഞാനില്ല സുഹൃത്തെ. I am happy with my present setup. അയാൾക്ക് എന്തോ തന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്. മാത്രമല്ല, ഇവിടത്തേക്കാൾ കൂടുതൽ സാലറിയും സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അതൊക്കെ ശരി തന്നെ. എന്നാലും ഞാനില്ല. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, കള്ളക്കടത്തുകാരന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഞാനില്ലെന്ന്. എന്ത് നേട്ടം ഉണ്ടായാലും. കള്ളക്കടത്തൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ആള് ക്ലീനാ. ഇനി തിരിച്ചാ പണി തുടങ്ങാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ജേക്കബ് ഒന്നും വിചാരിക്കരുത്. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഗോപിയാ? ആ, ഇന്നാ മോന്റെ ബർത്ത്ഡേ. വൈകുന്നേരം 7 മണിക്ക് തന്നെ വരണം. രാധയെ കൊണ്ടുവരാൻ മറക്കരുത്. ആഹാ, വയ്ക്കട്ടെ. ഹലോ, അവരാച്ച സാറാ? ആ, ഞാനാ മീര. വിശേഷമൊന്നുമില്ല. ഇന്ന് മോന്റെ ബർത്ത്ഡേയാ. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ചെറിയൊരു ഡിന്നർ വീട്ടിൽ വെച്ച് തന്നെ. ആ, അപ്പൊ ശരി സാറേ, വൈകിട്ട് കാണാം. ജോണി ഓഫീസിലുണ്ട്. വയ്ക്കട്ടെ. ഹലോ, ഞാൻ മീരയാ. ആ,
എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. ഹലോ ഹലോ ഞാന് സർ ജോണിയുടെ ഫാദറിലാണ്. ഓഹോ ഒരു പോലീസ് ഓഫീസർ കൂടി ആയിരുന്നു. ഐ സി. ഹൂ ഈസ് യുവർ SP? ആന്റണി തോമസ്. ആന്റണി തോമസ്. യെസ്, ഞാൻ അറിയും, നന്നായിട്ട് അറിയും. അത് ശരി. ഞാൻ CA ആയിരുന്നപ്പോ അവൻ SI ആയിരുന്നു. അവനിപ്പോ SP ആയി അല്ലേ? സാറിന് ആള് തെറ്റി. ആന്റണി തോമസ് പുതിയ ഓഫീസറാ. IPS കിട്ടിയിട്ട് 4-5 വർഷമേ ആയുള്ളൂ. അങ്ങനെയാണോ? എങ്കിലും എനിക്ക് ആള് മാറി കാണും. ഈ ആന്റണി തോമസ് എന്ന് പറയുമ്പോ ആള് ജാക്കോബൈറ്റ് ആണോ മാർത്തോമയാണോ? എനിക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ജാക്കോബൈറ്റ് ആണെങ്കിൽ പേര് പറയുമ്പോ തന്നെ ഞാൻ അറിയാതിരിക്കത്തില്ല, അതുകൊണ്ടാ. സാർ, രണ്ടുപേരെയും CA വിളിക്കുന്നു. എന്റെ ബലമായ സംശയം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം കിഡ്നാപ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ടോന്നാ. ഈ പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ധർമ്മക്കാർക്കൊക്കെ കൊടുത്ത് എന്റെ വക ഒരു വട്ടം ചോദ്യം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ചോദിച്ച് അവളെ വഷളാക്കണ്ട. ഐ മീൻ, കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എടുത്തോണ്ട് പോയാളെ വ്യക്തമായി കണ്ടില്ല. പക്ഷേ ഡ്രൈവറുടെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. എന്ത് കാറായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്? നീല കളറുള്ള ഒരു പഴയ ഫോർഡായിരുന്നു. നമ്പർ ഓർമ്മയുണ്ടോ? TSJ 2899 ആണെന്ന് എന്റെ ഓർമ്മ. സംഭവത്തിന് മുമ്പ് പിമ്പോ എന്തെങ്കിലും ഫോൺ കോൾസ് വന്നിരുന്നോ? ഐ മീൻ ഇനി അനോണിമസ് കോൾസ്? ഇല്ല. പൊയ്ക്കോളൂ. വണ്ടർഫുൾ. താൻ ചോദ്യങ്ങൾ വേണ്ട വിധം നിയന്ത്രിച്ചു. ഇങ്ങനെ വേണം ഓഫീസേഴ്സ്. സി, ഇൻ 1965 while I was at... ആട്ടെ, പറയത്തക്കവണ്ണം ഏതെങ്കിലും ശത്രുക്കൾ പ്രൊഫഷണലായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ? ഇല്ല സർ, എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. പട്ടണം മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. തൽക്കാലം വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്തെങ്കിലും ഫോണോ വേറെ എന്തെങ്കിലും വിവരമോ കിട്ടിയാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. വരട്ടെ സാർ. ഓ, നമ്മുടെ SP ആന്റണി. സംഭവം നടന്നിട്ട് 10-12 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ആരുടെയും ഫോൺ കോൾ വന്നില്ലല്ലോ. കാശാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇതിനകം ഫോൺ വരണ്ടല്ലേ?
ദിവസവും കാണാൻ പത്രത്തില് കുഞ്ഞുങ്ങളെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ. തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക ഒരു കൂട്ടം പിച്ചക്കാര്. അവരുടെ തൊഴിൽ തന്നെ കണ്ട കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കയ്യും കാലും തല്ലി ഓടിക്കുക, കണ്ണൂത്തി പൊട്ടിക്കുക, എന്നിട്ട് തണ്ടിക്കുക. എന്റെ കർത്താവേ, എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ഇനി? ഹലോ, ചെയ്യാണോ? എന്താ സാർ? ഇല്ല, ഒരു കാലം വന്നില്ല. ഉണ്ട്, സാറിന്റെ വീട്ടിൽ നമ്പറുണ്ട്. എത്ര രാത്രിയായാലും വിളിക്കാം സാർ. ശരി, ഗുഡ് നൈറ്റ്. എന്ത് പറ്റി വരെ? നമ്മുടെ മോൻ. നീ വല്ല സ്വപ്നം കണ്ടായിരുന്നു? സംശയമുള്ള എല്ലാ ക്രിമിനൽസിന്റെയും ഫോട്ടോസ് കണ്ടു കഴിഞ്ഞു. ഞങ്ങളിനി എന്താണ് സാർ ചെയ്യേണ്ടത്? ഒരു തുമ്പും പിടിയില്ലാത്ത കേസാണിത്. ഇനി ഈ നഗരത്തിൽ ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ല തരാനായിട്ട്. പണത്തിന് വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ഇതിനോടകം അവർ ഫോൺ ചെയ്യേണ്ടതല്ലേ? അതും ഉണ്ടായില്ല. ഇപ്പോ മണിക്കൂർ 36 കഴിഞ്ഞു. ഇനി ആരോടാണ് സാർ ഞങ്ങൾ സമാധാനം ചോദിക്കേണ്ടത്? ആരാണ് ഇതിന് മറുപടി പറയുക? ജോണി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എനിക്കുണ്ട് ആ പ്രായത്തിലൊരു മോൻ. എന്താ എന്താ ഇത്? എന്തിനാണ് നീ അങ്ങോട്ട് പോയത്? നമ്മുടെ മോൻ. സാരമില്ല, പോട്ടെ. പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം എനിക്ക് തീരെ ഇല്ലാതായിരിക്കും.
2 ദിവസം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അവരെന്ത് ചെയ്യണമെന്ന് അപ്പച്ചനി പറയുന്നത്? ഒരു റിട്ടയർഡ് ഓഫീസർ അല്ല അത് നിർദ്ദേശിക്കേണ്ടത്. ഞാൻ സർവീസിലുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഇപ്പോ ഒന്നിനെ നിലത്ത് നിർത്തത്തില്ലായിരുന്നു. ഹലോ, അതെ ജോണിയാണ് സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? ആ ശരി. ആ അതെ ശരി, ഓക്കെ. ആരായിരുന്നു ഫോണിൽ? എന്താ പറഞ്ഞത്? അവരെത്ര രൂപയെ ചോദിച്ചെന്ന് പറയൂ. എന്താ മോനെ സംഭവിച്ചത്? പറയേ. ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. നാളെ ബോംബെ വരെ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഞാൻ മുഖേന ഉണ്ടായ ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ അത് ഞാൻ തന്നെ ചെന്നാലേ തീരൂ എന്നൊക്കെയാണ്. ഈ അവസ്ഥയിൽ എന്നെ തനിച്ചാക്കിയിട്ട് ജോണിക്ക് പോണോ? ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല എന്ന് മേരിക്ക് അറിഞ്ഞൂടെ? പോവാതെ തരവില്ല. 2 ദിവസത്തേക്ക് അപ്പച്ചനോട് നിൽക്കട്ടെ. ഇത് മിസ്റ്റർ ചന്തു. 10 വർഷത്തോളമായി സാറിന്റെ കൂടെ ആയിട്ട്. ജോണി, വെൽക്കം. യെസ്, ലോറൻസ് സ്പീക്കിംഗ്. വരൂ. ആ അച്ഛാ അച്ഛാ അച്ഛാ. ആ ദാറ്റ് വിൽ സി. ആ ഓക്കെ. ആ ആ ഫിർമ रहेंगे. ഓക്കെ. ചന്തു, ജോണി, my son, my son. എന്റെ മകൻ എവിടെ? 17 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഡാഡിയെ കണ്ടപ്പോ ആദ്യമായിട്ട് നിനക്ക് ഇതാണോ ചോദിക്കാൻ തോന്നിയത്? ഞാൻ എന്റെ മകനെ കൺകൊടുക്ക തൃപ്തിയായിട്ടൊന്ന് കണ്ടോട്ടെ. I missed you a lot, my son. എന്റെ മരുമകളെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അവൾക്ക് സുഖം തന്നെയല്ലേ? എന്റെ മകൻ എവിടെ? അവൻ എന്ത് സംഭവിച്ചു? എന്റെ മകൻ എവിടെയെന്ന്? എന്റെ മകൻ എന്റെ മകൻ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ തമാശ കേൾക്കാനല്ല ഞാൻ വന്നത്. ജോണി, ജോണി പ്ലീസ്. വളരെ നാളുകൾക്ക് ശേഷം എന്റെ മകനെ ഞാൻ കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നുപോയി മോനെ. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഉടമസ്ഥൻ ആരാണെന്ന് അറിയിക്കാത്ത ശബ്ദം. ആരായാലും ശത്രുവാണെന്നുള്ളത് തീർച്ച. എന്റെ കൊച്ചുമകൻ അവരുടെ പക്കലുണ്ട്. അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ അവരുടെ ചില വ്യവസ്ഥകൾക്ക് ഞാൻ കീഴടങ്ങണം.
ആരാണവര്? അവരാരാണെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ വരുമ്പോ നിന്നെ സ്വീകരിക്കുന്നത് നിന്റെ മകൻ തന്നെയായിരുന്നേനെ. നിനക്കെന്താ ആ കാര്യത്തിൽ സംശയമുണ്ടോ? നിന്റെ ഡാഡിക്ക് പ്രായമായി എന്നുള്ളത് സത്യം. പക്ഷേ പലതും പഴയതിനേക്കാൾ ചെറുപ്പം തന്നെയാണ് മോനെ. എന്താണ് അവരുടെ വ്യവസ്ഥകൾ? പറഞ്ഞിട്ടില്ല, വഴിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അല്പം സമയം കൂടെ വേണം. എന്റെ ശത്രു ആരെന്ന് കണ്ടുപിടിക്കണം, എന്റെ കൊച്ചുമോനെ വീണ്ടെടുക്കണം. നിന്റെ ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല മോനെ ഇത്. അതുകൊണ്ട് അവനെ വീണ്ടെടുത്ത് നിന്നെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. ഞാൻ വിവരം പോലീസിനെ അറിയിക്കാം. പോലീസ്? എന്ത് പോലീസ്? ഏത് പോലീസ്? അവരെന്ത് ചെയ്യാൻ? ഉതിർന്നു വീണ വെടിയുണ്ടകളുടെ കണക്കുകൾ ലെഡ്ജറിൽ എഴുതി വെക്കാനോ? നോ, ഈ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ തിരിച്ചെടുക്കുന്ന കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്. അതുവരെ നീ ഭാര്യയും, അതായത് എന്റെ മരുമകളും ഇവിടെ എന്റെ കൂടെ താമസിക്കുന്നതായിരിക്കും നല്ലത്. നോ, ഒരിക്കലും നടക്കില്ല. ശരി, അത് നിന്റെ ഇഷ്ടം. ഞാൻ മൂലമുണ്ടായ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കുമോ? വെൽ, ദാറ്റ്സ് ഗുഡ്. നിന്റെ റിട്ടേൺ ടിക്കറ്റ് റെഡിയാണ്, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ്. അതുവരെ ഇവിടെ താമസിച്ചൂടെ? വേണ്ട, ഞാൻ ഹോട്ടലിൽ താമസിച്ചോളാം. പീറ്റർ. യെസ് സർ. ജോണി, ഒരു ദിവസമെങ്കിലും മോനെ ഡാഡിയുടെ കൂടെ താമസിച്ചൂടെ? സോറി. ആരാ പീറ്ററിന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തത്? ആരാണ് എന്റെ ഡാഡിയുടെ ശത്രു? സാറിന് പലരും ശത്രുക്കളുണ്ട്. ഈ തൊഴിലിൽ ശത്രുക്കൾ ഉണ്ടാവുക സഹജമാണ്. വളരെ സ്നേഹവും വിശ്വാസവും ഉള്ളവർ പോലും ഏത് നിമിഷത്തിലും ശത്രുക്കളാകാം. അനുഭവം വന്നതിന് ശേഷമായിരിക്കും പലപ്പോഴും അത് അറിയുക തന്നെ. സാർ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഡാഡിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കാളിയപ്പ ചെട്ടിയാർ. ഇന്ന് ഡാഡിയുടെ പ്രധാന ശത്രുവും അയാൾ തന്നെയാണ്. അയാൾ എങ്ങനെ ഡാഡിയുടെ ശത്രുവായത്? ഈ തൊഴിലുമായി ബന്ധപ്പെട്ടവർ തമ്മിൽ പല കാര്യത്തിലും ധാരണയുണ്ടെന്ന വെപ്പ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല സാർ. ഒരു രേഖയുമില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളല്ലേ. അപ്പോൾ ചതിയും വഞ്ചനയും ഒറ്റും കുതികാൽ വെട്ടും ഒക്കെ നടക്കും. നിസ്സാര കാരണങ്ങൾ പോലും ചെന്ന് അവസാനിക്കുന്നത് രക്തച്ചൊരിച്ചില്ലായിരിക്കും. ചെട്ടിയാരുമായുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് സാറിന്റെ ഡാഡിയാണ്. അപ്പൊ പിന്നെ ശത്രുതയ്ക്ക് വേറെ വല്ല കാരണവും വേണോ സാർ? നവംബർ 10-ാം തീയതി ഗഞ്ചാവ് മാநிலத்திலே கஞ்சா மாநிலத்திலே கஞ்சா மாநிலமா? பஞ்சாப் மாநிலம்டா. சின்ன வயசுல பள்ளிக்கூடத்துக்கு போகாம ஏன்டா இங்க வந்து எழுத்து கூட்டி படிச்சுட்டு இருக்க? ஒழுங்கா படுற. என்னடா வெத்தல இல்ல ஜாதகம் பாக்குறீங்க? மடிச்சு கொடுறா. சரிங்க. ஹலோ, படம் பாக்குறியா? படி. 7 பேர் சுட்டு கொலை. ஐயா, ஒரு சீரியஸ் மேட்டருங்க. எது பத்திரத்திலயா? அதான் படிச்சுக்கிட்டு இருக்குல்ல? இல்லீங்க, லாரன்ஸ் பேரன. ஆமா, அவன் பேரனை யாரோ கடத்திக்கிட்டு போட்டாங்களா? அதுக்கு இதுக்கு என்னடா சம்பந்தம்? நீங்க கடத்தினதா லாரன்ஸ் சொல்றாருங்க. யாரு? நானா? ஆமாங்க. ஏய், யாருகிட்ட பேசுறேன்னு ஞாபகம் இருக்கா? நான் ஒண்ணு சொல்லலீங்க, அந்த லாரன்ஸ் தான் அப்படி சொன்னாருங்க. அப்படியா? அந்த லாரன்ஸுக்கு நம்ம யாருன்னு தெரியல. ஆமாங்க. இப்ப என்ன செய்யலாங்க? வாய மூடுறா ராஸ்கல். என்ன செய்யணும்னு எனக்கு நல்லா தெரியும். ஆனா அந்த லாரன்ஸ்க்கு அது தெரியாது. ഇത്രയും നേരം കരയായിരുന്നു, ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. എപ്പോഴാ നീ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? പറയാം. ചന്തു, ഈ വക കേസൊന്നും അധിക ദിവസം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അല്പ ദിവസം കൂടെ ക്ഷമിക്കേ. നിനക്ക് തരാനുള്ളത് തന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവയ്ക്കണം. അതുവരെ ലോറൻസ് നമ്മളെ കണ്ടുപിടിക്കില്ല എന്നും ജീവനോടെ ഇരിക്കുമെന്നും എന്താ ഉറപ്പ്? കുട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ആ ഉറപ്പുണ്ട്. ചന്തു, വ്യക്തിപരമായി എനിക്ക് ലോറൻസിനോട് പറയത്തക്ക വൈരാഗ്യമോ ശത്രുതയോ ഇല്ല. പിന്നെ നീ പറഞ്ഞതുകൊണ്ടും പെട്ടെന്ന് എന്തെങ്കിലും നേടുവാനുള്ള അത്യാഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഇതിന് കൂട്ടുതന്നത്. ഇപ്പൊ എനിക്ക് അല്പം ഭയമില്ലാതില്ല. ഞാൻ ആവശ്യമില്ലാതെ ആപ്പിലാവും. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. നിനക്കിതിൽ നേരിട്ടൊരു പങ്കുമില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമുണ്ട്, സമയമാകുമ്പോ അറിയിക്കാം.
അല്ല ആ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി എവിടെ ഇട്ടിരിക്കുന്നത്? അത് അവിടെ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. ആ കടുവയെ പിടിച്ച കിടുവയെ പറ്റി കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. ലോറൻസിന്റെ കൂടെ ഇരുന്ന് ഇവന് പണി ഒപ്പിക്കുന്നല്ലോ. ദാ, ഇത് നന്നായിട്ടുണ്ട്. ഇത് തന്നെ കൊടുത്താലോ? ടി വിയിലല്ലേ, കളറാവുമ്പോ നന്നായിരിക്കും. അപ്പച്ചന്റെ ഇഷ്ടം പോലെ കൊടുക്ക്. 66, 67 ഞാൻ കാസർഗോഡ് എസ് ഐ ആയിരിക്കുന്ന സമയം കള്ളക്കടത്തുകാരുടെ പുഷ്കരകാലം. ബോംബെയിൽ നിന്നും ജയിൽ ചാടി കേരളത്തിൽ വന്ന ഒരു കള്ളക്കടത്തുകാരനെ പിടിക്കേണ്ട ചുമതല എന്റെ തലയിൽ. അന്ന് ഇതുപോലെ ടി വി ഒന്നുമില്ല. ജോണിക്കുട്ടി ആയിരിക്കും. ആറ് മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റാ, 12 മണിക്കൂർ ലേറ്റ്. വെതർ മോശമാണത്രേ. വിമാനത്തിന്റെ കാര്യമല്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ പിന്നെ അന്ന് ആ കള്ളക്കടത്തുകാരനെ കൊണ്ട് ഞാൻ അപ്പച്ച ജോണിക്കുട്ടി, ആ. ഇതിലേത് ഫോട്ടോയാ വേണ്ടത്? എന്തിനാ? ടി വിയിൽ പരസ്യം കൊടുക്കാൻ, ആളെ കാണാനില്ലെന്ന് പറഞ്ഞു. ഹാ, ജോണി കണ്ടിട്ടില്ലേ വൈകിട്ട് വാർത്തകൾക്ക് മുമ്പ്? വേണ്ട, അത് കൊടുക്കണ്ട. അതെന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ടി വി കൊടുക്കാൻ ഒരുപാട് കാശാവെന്ന് ഓർത്തിട്ടാണോ? ആയിരിക്കും. എന്റെ വരുമാനല്ലേ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. എന്തുകൊണ്ട് മോന്റെ പടം ടി വി കൊടുത്തൂടാ? കൊടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം? കൊണ്ടുപോയവർ അയ്യോ ഭാവം തോന്നി തിരിച്ചുകൊണ്ടുവരുന്നതാണ് എന്റെ വിചാരം. ഒരുപക്ഷെ അവരുടെ പിടിയിൽ നിന്ന് മോൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും പണത്തിനു വേണ്ടി അവർ ഇതുവരെ നമ്മളെ വിളിക്കാത്തത്. അതൊക്കെ നിന്റെ തോന്നലുകളല്ലേ? ഒരുപക്ഷെ സംഭവിച്ചത് അങ്ങനെയാണെങ്കിലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നോട് നിന്റെ അഭിപ്രായം ചോദിക്കുന്നത്? ജോണിക്ക് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ജോണി എന്നിൽ നിന്നും എന്തൊക്കെയോ മറിക്കുന്നു. പറയൂ, എന്തിനാ ബോംബെക്ക് പോയത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഇല്ല, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ടെൻഷനും പ്രയാസവും എനിക്കിപ്പോ ഉണ്ട്. ഫോർ ഗോഡ് സേക്ക്, എനിക്ക് അല്പം മനസ്സമാധാനമാണ് ഇപ്പൊ ആവശ്യം. പ്ലീസ്. വരൂ, അകത്തേക്ക് പോവാം. ഇവിടെ നല്ല തണുപ്പുണ്ട്. താനെന്തിനാ ഇവിടെ വന്നത്? ലോറൻസ് സാറ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡാഡി ആകെ വറിയിടാണ്. നിങ്ങൾ ഉടനെ അങ്ങോട്ട് താമസം മാറ്റണം. സാധ്യമല്ല. മോനെ, കാര്യങ്ങൾ വിചാരിച്ചതിലും സങ്കീർണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. കാരണം? അതിപ്പോ അതേക്കുറിച്ച് ദയവായി എന്നോടൊന്നും ചോദിക്കരുത്. എന്തുകൊണ്ടും നിങ്ങൾ അവിടെ ആയിരുന്നാൽ സുരക്ഷിതരായിരിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോളൂ. ജോണി, ലോറൻസ് സാറിനോട് ഞാൻ എന്ത് പറയണം? ഏത് നരകത്തിലെങ്ങനെ പോയി തൊലയാൻ പറ. ജോണി, ആരാ വന്നത്? അത് 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 കമ്പനിയുടെ ഒരു കസ്റ്റമറാ. ആരാ ലോറൻസ്? അതൊരു കസ്റ്റമറാ. അയാളോട് എന്തിനാ നരകത്തിൽ പോയി തൊലയാൻ പറഞ്ഞത്? ഇനി എത്ര നുണക്കെട്ടുകൾ അഴിക്കാൻ ബാക്കിയുണ്ട്? ജോണി, സത്യമല്ലാത്ത മറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3-4 ദിവസമായി നിങ്ങൾ എന്നിൽ നിന്നും പലതും മറയ്ക്കുന്നു. അതെന്തായിരുന്നാലും ശരി, അതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണം. എനിക്കതിനുള്ള അവകാശമില്ലേ? എന്റെ മകൻ എന്ത് സംഭവിച്ചു? പറയൂ, പ്ലീസ്.
ശരി, ജോണി ഒന്നും പറയണ്ട. പക്ഷെ ഒരു കാര്യം, ജോണി ഉള്ളത് മുഴുവൻ തുറന്നു പറയാതെ ഞാൻ ഇനി ജലപാനം കഴിക്കില്ല. സത്യം. എനിക്കിനി താങ്ങാനാവില്ല ജോണി. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും എനിക്കറിയണം. മീരെ, ഇനി നിന്നോടൊന്നും വിളിക്കേണ്ട കാര്യമില്ല. നീ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ ലോറൻസ് ആരാണ്? എന്റെ ഡാഡിയാണ്, എന്റെ സ്വന്തം അച്ഛൻ. ജോണിയുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞിരുന്നത്? അത് നുണയായിരുന്നു. ഇന്ത്യയിലെ അധോലോക നായകന്മാരിൽ പ്രമാണിയാണ് എന്റെ ഡാഡി. ന്യായത്തിനും നീതിക്കും സത്യത്തിനും നിരക്കാതെ ഡാഡിയുടെ പ്രവൃത്തികളെ ഞാൻ എതിർത്തിരുന്നു. പ്രായം കൂടുന്തോറും എന്റെ എതിർപ്പിന്റെ ശക്തിയും കൂടിക്കൂടി വന്നു. മമ്മിയുടെ മരണശേഷം എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ഞാൻ ആ വീട് വിട്ടു പോന്നു. പിന്നീടാണ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും വിവാഹം കഴിച്ചതൊക്കെ. എന്നേക്കുമായി അടച്ചിട്ട ഒരു അധ്യായം വീണ്ടും തുറക്കണ്ടെന്ന് കരുതിയാണ് ഡാഡി മമ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയെന്ന് നിന്നോട് ഞാൻ നുണ പറഞ്ഞു. കൂടാതെ ഇങ്ങനെ ഒരാളുടെ മകനാണ് ഞാനെന്നറിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. യു നോ മീര, ഹൗ മച്ച് ഐ ലവ് യു. ജോണി എന്തിനാ ബോംബെക്ക് പോയത്? ഡാഡി വിളിച്ചിട്ട്. ഡാഡിയുടെ ഏതോ ശത്രുക്കളാണ് നമ്മുടെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഡാഡിയുടെ ശത്രുക്കളോ? കാരണം? അവരുടെ എന്തോ കാര്യത്തിന് ഡാഡിയെ മുട്ടുകുത്തിക്കാൻ. ആരാണവര്? ആരാണവരെന്ന് വ്യക്തമായിട്ടില്ല. പലരെയും സംശയിക്കുന്നുണ്ട്. ഡാഡിയുടെ ഒരു പഴയ പാർട്ട്ണർ ചെട്ടിയാരെയാണ് കൂടുതൽ സംശയിക്കുന്നത്. അവരെന്തിനാ ജോണി നമ്മുടെ മകനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും നമ്മുടെ കുഞ്ഞിനെ സുരക്ഷിതമായി നമ്മളെ ഏൽപ്പിക്കാമെന്ന് ഡാഡി ഏറ്റിട്ടുണ്ട്. നമ്മുടെ ജീവനും അപകടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് മാറാമെന്ന് പറയാനാണ് പീറ്റർ വന്നത്. ഡാഡിയുടെ പ്രധാന സഹായിയാണ് അയാൾ. നിന്റെ ഡാഡിയോട് മര്യാദയ്ക്ക് കീഴടങ്ങാൻ പറയൂ. ഇല്ലെങ്കിൽ മകന് മാത്രമല്ല നിനക്കും നിന്റെ ഭാര്യയ്ക്കും ആപത്ത് സംഭവിക്കാം. സംശയമുണ്ടെങ്കിൽ മുന്നിലെ വാതിൽ തുറന്നു നോക്കൂ. ഹലോ, നീ ആരാണ്? Is it 211375 Bombay? Mire. Mire.
നിന്റെ ഉദ്ദേശം? എല്ലാ കാര്യവും പോലീസിനെ അറിയിക്കാം. എന്ത് കാര്യത്തിന്? അവർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ പറയുന്നേ? എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കെങ്ങനെ അറിയാം ജോണി? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇനിയും നടന്ന വിവരം പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. ഭ്രാന്താണ് നിനക്ക്. പോലീസിനെ അറിയിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനിതൊക്കെ പോലീസിൽ നിന്ന് മറച്ചു വെക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യാനാണ് ജോണിയുടെ ഭാവം? പ്ലീസ് കം. വരൂ. വെൽക്കം മൈ ചിൽഡ്രൻ, വെൽക്കം. ഇരിക്കൂ. ഇരിക്കുമോളെ. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ആദ്യമായി വീട്ടിൽ വരുന്ന ദമ്പതികൾക്ക് മധുരം നൽകണമെന്നാണ് പ്രമാണം. അച്യുതാ, സാർ. ചന്തു, എങ്ങനുണ്ടടാ എന്റെ മോനും മോളും? അവരുടെ മുറിയൊക്കെ റെഡി ആയിട്ടില്ലേ? ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. റെഡിയാണ് സാർ. നീ ഒന്നുകൂടെ പോയൊന്ന് ചെക്ക് ചെയ്യ്. ചെല്ല്. സാർ. കഴിക്കുമോളെ. കഴിക്കുമോളെ, ഡാഡിയല്ലേ തരുന്നത്. പ്രൈസ് ഗോഡ്, എനിക്ക് തൃപ്തിയായി. നിർഭാഗ്യവശാൽ ഞാൻ കാരണം നിങ്ങളേറെ ദുഃഖിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. ഞാനതിൽ ഖേദിക്കുന്നു. എനിവേ, എന്റെ കൊച്ചുമോനെ മോചിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലയും എന്റേതാണ്. എന്റേത് മാത്രം. അച്യുതാ, സാർ. അവർക്ക് മുറി കാണിച്ചു കൊടുക്ക. ഓ, ചെല്ല്. മോൾ ഇതിനു മുമ്പ് ബോംബെയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. മഹാ തല്ലിപ്പൊളി സ്ഥല. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ആരെങ്കിലും തലവെട്ടി മാറ്റുക. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ വിവരം അറിയാം. സംശയന്റെ മോളൊന്ന് ഇറങ്ങി നോക്ക്. റോട്ടിലിറങ്ങി ഒരു 10 അടി നടന്നാൽ മതി, ഒരു 20 കൊലപാതകങ്ങളും കാണാം. പോലീസ് ഒന്നും ഇതിൽ ഇടപെടാൻ പോകത്തില്ല. ഓൾ പോലീസ് നോട്ട് ഗുഡ് ഹിയർ. അല്ല, അപ്പോ മോളുടെ വീട് എവിടെയാ? കോട്ടയത്താ. കോട്ടയത്തോ? കോട്ടയത്ത് എന്റെ ഒരു അമ്മായിയുടെ മകന്റെ അളിയന്റെ വീട് കോട്ടയത്താ. അവന്റെ പേര് വിജയനോ ദാസനോ. അല്ല, പറഞ്ഞ മോൾ അറിയാതിരിക്കില്ല, ഭയങ്കര ബിസിനസ്സുകാരനാ. അച്ചോട്ടൻ മീരയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കണം. അല്ല, ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ.
ആ പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും അച്ചുവേട്ടാ എന്ന് വിളിച്ചാൽ മതി, പറന്ന് ഞാൻ ഇവിടെ എത്തും. അപ്പൊ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ടതാ. മീരയ്ക്ക് എന്ത് തോന്നുന്നു എന്റെ ഡാഡിയെ കണ്ടിട്ട്? നല്ല ഒന്നാന്തരം നടനാണ് നിങ്ങളുടെ ഡാഡി. ഏത് വേഷം കെട്ടിയാലും അരങ്ങ് തകർക്കും. കൂടെയുള്ളവര് യജമാന് പറ്റിയ സേവകരും. നമ്മൾ മടങ്ങി പോകുമ്പോ നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉണ്ടാകുമോ ജോണി? ഇവിടുത്തെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ ഭയം തോന്നുന്നു. ഉണ്ടാവും. നമ്മുടെ മോൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നാലഞ്ച് വർഷം വളരെ ശാന്തമായിരുന്നു. വീണ്ടും തുടങ്ങി പകയും വൈരാഗ്യവും ഒക്കെ. ആ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ട് ആർക്കെന്താ നേട്ടം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലോറൻസ് സാർ വല്ലതും പറഞ്ഞോ? ആരെയാണ് അദ്ദേഹത്തിന് സംശയം? എന്തെങ്കിലും മുൻകൂട്ടി പറയുന്ന ഒരു ഏർപ്പാടുണ്ടോ ഇവിടെ? പലതും സംഭവിച്ചതിന് ശേഷമല്ലേ നമ്മൾ തന്നെ അറിയുക. ഈ കാര്യത്തിൽ ആരാണ് ശത്രുവെന്ന് നാളത്തെ മീറ്റിംഗിൽ അറിയാം. പിന്നീട് ഇവിടെ ചോര പുഴ തന്നെ ഒഴുകും. ആരൊക്കെയാണോ ഇത്തവണ ഇരയാവുക? ചന്തു, വൈകുന്നേരത്തെ മീറ്റിംഗിന് എല്ലാരും വരില്ലേ? ഉവ്വ് സർ. പിന്നെ ബാവാജി സ്ഥലത്തില്ല. പക്ഷെ അതിന് വേറെ അയാളുടെ അനിയൻ വരും. ചെട്ടിയാർ അറിയിച്ചില്ലേ? അറിയിച്ചു. അയാൾ വരുവോ? അത് അത് ഹലോ, പ്ലീസ്. ആ വന്നിറങ്ങിയ ആളാണ് ഭഗവത് ദാസ് സേട്ടു. ബോംബെയിലെ പ്രധാന സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. ഹലോ ഹലോ. ആ വന്നിറങ്ങിയ ആളാണ് സാംസൺ. ബ്ലൂ നൈൽ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. കുറെ കാലം ഇവിടെ നമ്മുടെ സാറിന് കൂടി ആയിരുന്നു. കൂലിത്തല്ലിന് ആളെ ഏർപ്പാടാക്കലാണ് മെയിൻ തൊഴിൽ. മോള് വിചാരിച്ചു കാണും കൂലിത്തല്ലെന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ കവലച്ചട്ടമ്പിമാരെ പോലെയാണെന്ന്. ഇതങ്ങനെയൊന്നല്ല. ഇത് വൻ തൊഴിലാണ്, കോടികൾ കൊഴിയുന്ന തൊഴിൽ. അച്ചോട്ടന്റെ ലോറൻസ് സാറും ഇങ്ങനെ തന്നെ കാശുണ്ടാക്കിയത്? ഏയ് അങ്ങനെയൊന്നല്ല. മോക്കറിയാമോ, ലോറൻസ് സാറിന്റെ അപ്പച്ചൻ 14-ാമത്തെ വയസ്സിൽ നാട് വിട്ട് ഇവിടെ വന്ന് ഈ തെരുവിലെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചു വളർന്ന ഒരാളാണ്. അങ്ങേരൊരാൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. അന്ന് എൻ്റെ അച്ഛനായിരുന്നു പ്രധാന കൂട്ട്. ലോറൻസ് സാറ് ബിസിനസ് ഏറ്റെടുത്തപ്പോ ഞാനിവിടെയായി. അന്ന് ജോണി കുഞ്ഞിന് 8 വയസ്സാണ്. പിന്നെന്താ ജോണി ഡാഡിയുമായി പിണങ്ങിയത്? ജോണി കുഞ്ഞ് പഠിച്ചൊക്കെ ബോർഡിങ്ങിൽ നിന്നായിരുന്നു. അന്നൊക്കെ ഈ രംഗത്ത് അടി വടക്കെന്നൊക്കെ പറഞ്ഞ നിത്യ തൊഴിലാണ്. ലോറൻസ് സാറിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസം അത് അലങ്കോലപ്പെടുത്താൻ ഒരു കൂട്ടർ നടത്തിയ ശ്രമത്തിൽ ജോണിക്കുഞ്ഞിന്റെ അമ്മ വെടിയേറ്റ് മരിച്ചു. അമ്മയുടെ മരണത്തോടെ ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ജോണിക്കുഞ്ഞ് ഡാഡിയോട് ഒരുപാട് പറഞ്ഞു. ലോറൻസ് സാർ സമ്മതിക്കുക. പിന്നീട് ജോണിക്കുഞ്ഞ് പതുക്കെ അകലെയായിരുന്നു. പിന്നെ പിന്നെ എന്നേക്കുമായിട്ട്. ഇനി ഇതൊക്കെ നിർത്തി സ്വസ്ഥമായി കഴിഞ്ഞൂടെ ഇവർക്കൊക്കെ? കഴുത്തോളം മുങ്ങിപ്പോയി മോളെ. ഇനി നീന്തി കയറാൻ പറ്റില്ല. തോന്നുമ്പോ ഒരു ദിവസം തുടങ്ങി മറ്റൊരു ദിവസം അവസാനിപ്പിക്കാൻ പറ്റിയ തൊഴിലല്ലല്ലോ ഇത്. പരമ്പരയായിട്ട് ഇത് കൈമാറി പോവുകയാണ് സാധാരണ. ലോറൻസ് സാറിന്റെ മരണത്തോടുകൂടി ഇത് അവസാനിക്കും. പിന്നീട് കൈമാറാൻ ആരാണുള്ളത്? അല്ലെങ്കിൽ തന്നെ എന്തിനാ? करीब 2 साल पहले हम लोगों ने ऐसा ही एक मीटिंग किया था. उसमें फैसला किया था कि हमारी आपस की लड़ाई खत्म करेंगे और कुत्तों जैसे एक दूसरों को मारना बंद करेंगे. कुछ छोटे मोटे घटनाओं को छोड़कर ये फैसला पूरी तरह अमल किया गया.
इसे अनेक जाने बची। हम लोगों ने यह भी तय किया था कि किसी भी हालत में अपनों के जानों का सौदा नहीं करेंगे, लेकिन आज एक व्यक्ति जो उस दिन हमारा साथ था इस फैसले के खिलाफ किया है। हुआ क्या और उसके पीछे कौन है, यह सब हम चर्चा कर चुके हैं। ऐसे व्यक्ति का सामना कैसे करना है ये मैं भी जानता हूं और आप भी। अब कोई समझौता नहीं हो सकता, खुले अंबार करना पड़ेगा। मुझे आप गलत मत समझिए। वे कई तरह की सफाई पेश करने की कोशिश करेंगे। सच्चाई आप लोग जानते हैं। क्या सबूत है कि चेटियार ही इसके पीछे है? सबूत देने के लिए ये कोई अदालत नहीं है। लॉरेंस बिना मतलब किसी के ऊपर इल्जाम नहीं लगाएगा। चेटियार के अलावा लॉरेंस के पोते को कौन किडनैप कर सकता है? लेट अस किल चेटियार। नहीं नहीं, वो ठीक नहीं। लॉरेंस, आपके पीछे मैं हूँ, फिक्र करो मत। चेटियार गद्दार है, मारो। नहीं नहीं, भगवान के लिए। इसकी बात तो छोड़ो यार। तुम अरे अपनी बात मतलब छोड़ो यार। मतलब की बात तो करो ना। मैं नहीं करता, छोड़ो यार, ये क्या बकवास हो रहा है यार सब। अरे फिर भी क्या बोल रहे हो तुम? मेरी बात समझने की कोशिश करो। अगर ये चटियार ने नहीं किया तो और किसने किया? कौन कर सकता है यार? मेरी बात बात किया हम लोगों ने। राम सिंह, किधर जाना है? पुलिस स्टेशन। So, you doubt Chettiar is behind the kidnapping of the child? No, sir. There is no question of doubt. It's crystal clear that Chettiar has... You have some good proof to confirm करने के लिए? I don't have any proof, but I'm quite sure that he has kidnapped my son. You have to take some action immediately. Hello? Yes, sir. I'll do, sir. Yes, sir. Madam, Commissioner has come. He wants to see you. മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ?
സമാധാനമായി. ഞാൻ ഭയന്നു പോയ മോളെ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. താങ്ക് യു കമ്മീഷണർ സാബ്. വെൽക്കം. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം വേണോ സാർ? ആദ്യമേ തന്നെ ഇരുവശത്തും നാശം സംഭവിക്കാം. എന്താ പീറ്റെന്ന് ചെട്ടിയാരെ ഭയമാണോ? അതുകൊണ്ടല്ല സാർ, നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ ഒരേ ഒരു വാണി അത് മതി. അതിലയാൾ വഴങ്ങും, എനിക്ക് ഉറപ്പാണ് സാർ. ചെട്ടിയാരെ എനിക്കറിയാം. ഭീഷണിക്കൊന്നും അയാൾ വഴങ്ങില്ല. ഒരു ആക്രമണം ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പീറ്റർ പറഞ്ഞതുപോലെ ഒരു വാണിംഗ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വെറുതെ ഒരു ഹലോ, ചെട്ടിയാർ ഇരിക്ക. 1 സെക്കൻഡ് സാർ. ഹലോ, ആ ചെട്ടിയാരാണോ? ആമാ, ചെട്ടിയാർ താൻ പേசுறேன். ഞാൻ ലോറൻസ്. ചെട്ടിയാരെ, എന്റെ കൊച്ചുമകനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. തന്റെ ഒരു വ്യവസ്ഥയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ താൻ ദുഃഖിക്കേണ്ടി വരും. ഫോனை கட் பண்ணிட்டான். என்னடா பாத்துட்டு நிக்கிற? போடா. ഹലോ, GK എക്സ്പോർട്സ് ചന്ദ്രനാ? ആ, ഞാൻ ജോണിയാ. കുറച്ച് ദൂര സ്ഥലത്തുനിന്നാ. ഒന്നും പറയാറായിട്ടില്ല ചന്ദ്ര. അവിടെ എന്തൊക്കെയാണ് വിശേഷം? ആകെ പ്രശ്നമാണോ? ഞാൻ വരണോ? ഇവിടെ നിന്ന് എങ്ങനെയാ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. വന്നാൽ ഒരു ദിവസത്തേക്കുള്ളിൽ നിൽക്കില്ല. അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ചന്ദ്ര. വെക്കട്ടെ? ഞാൻ അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ചെല്ലണം. അവിടെ ആകെ കുഴഞ്ഞിരിക്കുക. ഒരു നിവൃത്തിയുണ്ടെ ചന്ദ്രൻ നിർബന്ധിക്കില്ല. ഏതായാലും ഒരു ദിവസത്തേക്കുള്ളിൽ ഞാൻ നിൽക്കല. പീറ്റർ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. സാരമില്ല, എയർപോർട്ട് വരെ ഞാനും വരാം. കൂട്ടട്ടെ.
അയ്യോ എന്തത് പീറ്റർ സാറിനോട് ആരാത് ചെയ്ത്? സാറേ, ലോറൻസ് സാറേ, സാറേ, പീറ്റർ സാറേ, വല്ല അപകടം പറ്റിയോ? എന്തൊന്നും ഉണ്ടാത്ത് പറ സാറേ, എന്ത് പറ്റി? പീറ്റർ, എന്താ സംഭവിച്ചത്? എയർപോർട്ടിൽ പോകുന്ന വഴി മാഹിം ക്രീക്ക് കഴിഞ്ഞപ്പോ ചിലർ കാറിൽ വന്ന് ഞങ്ങളെ വളഞ്ഞു. എന്നെ അടിച്ച് അവശനാക്കിയിട്ട് ജോണിയെയും കൊണ്ട് അവര് പോയി. ആരാണ് അവര്? അറിയില്ല സാർ, ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. അവര് വല്ലതും പറഞ്ഞോ? വല്ലതും ചോദിച്ചോ? വല്ല ഭീഷണി മുഴക്കിയോ? ഇല്ല. അച്യുത, സാർ, തൽക്കാലം മേരെ ഇതൊന്നും അറിയണ്ട. ഓ, ചന്തു, ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ. സാർ, ஏல தம்பி, உங்க அப்பா லாரன்ஸ் மனசுல என்னதாண்டா நினைச்சிட்டு இருக்கான்? அவன் நினைக்கிறப்பெல்லாம் வாலாட்டுறதுக்கு இந்த காளியப்ப செட்டியாருன அவன் வீட்டு பட்டியா? எழுந்திருப்பா தம்பி. நீ குட்டியா இருந்தப்போ இந்த தோல்ல எத்தனை நாள் தூங்கி இருக்க உனக்கு ஞாபகம் இருக்கா? அன்னைக்கு நானும் உங்க அப்பனும் பார்ட்னர்ஸ். இப்ப நான் வேற, அவன் வேற. எனக்கும் அவனுக்கும் உள்ளுக்குள்ள பகை இருக்குங்கிறது என்னமோ உண்மைதான். அதுக்காக உன் குழந்தைய கடத்திக்கிட்டு வந்து நான் பிளாக்மெயில் செய்வேன் நினைச்சானா உங்க அப்பா ராஸ்கல்? தம்பி, உன் குழந்தை வயசுல எனக்கு 4 பேர குழந்தைங்க இருக்காங்க. நான் உன் குழந்தைய திருப்பி கொடுக்கலன்னா எனக்கு ஏகப்பட்ட நஷ்டத்தை கொடுப்பானா உங்க அப்பா? போன்ல கத்துறான். உன்னை இங்க வச்சுக்கிட்டு அவனுக்கு பதில் கொடுக்கறதுக்கு எனக்கும் தெரியும். ஆனா அந்த அளவுக்கு செட்டியாருன்னு சீப்பாவலப்பா. இப்ப நான் உன்னை விடுதலை பண்றேன். போய் உங்க அப்பனுக்கு நல்ல புத்திமதி சொல்லு. அப்பதான் இந்த செட்டியார் யாருன்னு அவனுக்கு புரியும். டேய் சிகாமணி, தம்பியை கூட்டு போயே அவங்க அப்பங்கிட்ட பத்திரமா ஒப்படைச்சிரு. நெல்லு. ஒரு சிப்பாய் கூப்பிட்டு நான் எந்த இடத்துக்கும் போனது கிடையாது. அதனாலதான் மீட்டிங் வரலன்னு உங்க அப்பங்கிட்ட போய் சொல்லு. ബാസ്റ്റേഴ്സ്, എന്റെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യം ആ ചെട്ടിയാർക്കുണ്ടായോ? എല്ലാം അവന്റെ അഭിനയമാണ്. ജോണിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് അവനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നാടകം. അവന്റെ കണക്ക് തീർക്കാൻ ഈ ലോറൻസ് മാത്രം മതി. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വണ്ടിയുടെ ക്യാമറ. ഡാഡി, എങ്ങോട്ടാണ്? പകരം വീട്ടാനാണോ? പകരം വീട്ടാൻ ചെട്ടിയാർ എന്ത് തെറ്റ് ചെയ്തു? ഡാഡിയല്ലേ അയാളെ തീർത്തും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അയാൾക്ക് എന്നെ എന്ത് വേണേ ചെയ്യാമായിരുന്നു. മാന്യനായതുകൊണ്ട് അയാളൊന്നും ചെയ്തില്ല. ഡാഡി, എന്റെ കുഞ്ഞ് അയാളുടെ പക്കലില്ല, എനിക്കത് ഉറപ്പാണ്. കള്ളം, പച്ചക്കള്ളം. അയാൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. എന്ന് ആര് പറഞ്ഞു? അയാളല്ല അത് ചെയ്തതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഡാഡിയോടുള്ള വൈരാഗ്യം തീർക്കാനാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അയാൾക്ക് അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു. എന്തിനു വിളിക്കണം? നീയല്ലേടാ പറഞ്ഞത് ചെട്ടിയാരാണ് ഇതിന് പുറകിലെന്ന്? അത് പിന്നെ ചെട്ടിയാർക്ക് നമ്മളോട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അയാളെ സംശയിച്ചു. മീറ്റിംഗിന് അയാൾ വരാതായപ്പോ ഞാൻ ഉറപ്പിച്ചു. Stupid idiot. എന്നിട്ട് ജോണി പറയുന്നത് കേട്ടില്ലേ? അതിന് നിനക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. 24 മണിക്കൂർ സമയം ഞാൻ തരാം. അതിനുള്ളിൽ എന്റെ കൊച്ചുമകൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. ഇല്ലെങ്കിൽ ലോറൻസിന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. സാർ, ടൗണിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഉദ്ദേശം ഒരാഴ്ചക്ക് മുമ്പ് ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരുന്ന ഒരു കാറ് റിപ്പയറിന് കയറ്റിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എത്താമെന്ന് പറഞ്ഞിട്ട് പോയ ഉടമസ്ഥൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓഹോ, എന്ത് കാറാണ്? കാണാതായ കുട്ടിയുടെ അമ്മ പറഞ്ഞ അതേ കാറാണെന്ന് തോന്നുന്നു സാർ. ഒരു മെറ്റാലിക് ബ്ലൂ ഫോർഡ് കാറാണ്. എവിടെയാണ് ആ വർഷം?
ഇതിന്റെ ഉടമസ്ഥൻ വന്നില്ലേ? വന്നില്ല സാർ. ആർസി ബുക്കോടെ അതവർ കൊണ്ടുപോയി. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേർ. അവരെ കണ്ട തിരിച്ചറിയോ? എന്താടോ വായിൽ നാക്കില്ലേ? അവര് വന്നപ്പോ അവരോട് ഒരു കുഞ്ഞുണ്ടായിരുന്നു? ഇല്ല സാർ. ഇയാളുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചോ? യെസ് സാർ. അവരെപ്പോ വന്നാലും ആ നിമിഷം ഞങ്ങൾ വിവരം അറിയിക്കണം. എന്താണെന്ന് കിണങ്ങുന്നത്? വായി തുറന്ന് സംസാരിച്ചു. അറിയിക്കാം സാർ. ആ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ചെക്ക് ചെയ്തു? ഉവ്വ് സാർ, അത് കള്ള നമ്പറാണ്. എഞ്ചിൻ നമ്പറോ? അത് മുഴുവൻ തേച്ച് മാച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് എല്ലാ RTO ഓഫീസിലേക്ക് മെസ്സേജ് കൊടുക്കണം. അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഏർപ്പാട് ചെയ്യാം സാർ. ആട്ടെ, ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് എവിടെയാ? എനിക്കറിയില്ല സാർ. അതും കണ്ടുപിടിക്കണം. ശരി സാർ. ജോണി എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞ്? GK എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിലാണ്. അതെവിടെയാ? വെല്ലിംഗ്ടൺ ഐലൻഡിൽ. ജോണി സാർ 2-3 ദിവസം മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എവിടെന്ന്? സ്ഥലം പറഞ്ഞില്ല, STD ആയിരുന്നു. ഉടനെ ഓഫീസ് വരെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വരാമെന്നും പറഞ്ഞതാ. പിന്നെ വിളിച്ചില്ലേ? ഇല്ല സാർ. ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് ആൻഡ് ബാർ എവിടെയാ? അറിയില്ല സാർ. ശരി. പിന്നെ ജോണി എവിടുന്നെങ്കിലും വിളിച്ചാലോ ഇവിടെ വന്നാലോ ഞാൻ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചെന്ന് പറയണം. മറക്കരുത്. ശരി സാർ. അച്യുതാ, ഓ, എങ്ങനെയുണ്ട് എന്റെ മരുമകള്? നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. നമ്മുടെ ജോണി കുഞ്ഞിന് അസലായിട്ട് ചെയ്തു. പക്ഷേ പെരുമാറ്റം കണ്ടിട്ട് അവർക്ക് നമ്മളെ ആരും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവരെന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാൽ തന്നെ നീ അതൊന്നും കണ്ടതായിട്ട് ഭാവിക്കണ്ട. അയ്യോ, ഞാനങ്ങനെ ഭാവിക്കോ? ഓ, കുഞ്ഞിനെ കിട്ടിയ അവര് തിരിച്ചു പോകുമോ സാർ? നമ്മളെ അവർക്ക് ഇഷ്ടമായില്ല എന്നല്ലേ നീ പറഞ്ഞത്? ഞാനിവിടെ ജോലിക്ക് വരുമ്പോ ജോണി കുഞ്ഞിന് 8 വയസ്സാ. മേരിയുടെ ആണ്ട
രാവിലെ പള്ളിയിൽ പോണം. ആ വരൂ മോളെ. ചെട്ടിയാരല്ല കുറ്റവാളി എന്ന് ബോധ്യമായി. കൂടാതെ മുൻപ് പറഞ്ഞ് 24 മണിക്കൂറും കഴിഞ്ഞു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതുവരെ. മോള് സമാധാനമായിട്ടിരിക്കുക. ഇനി ഞങ്ങൾ എത്ര ദിവസം കാക്കണം? കൊല്ലും കൊലയൊക്കെ നിങ്ങൾക്ക് തമാശയായിരിക്കും. എന്റെ മോന്റെ ജീവനാ ത്രാസിൽ തൂങ്ങുന്നത്. നിന്റെ മോനെന്ന് പറഞ്ഞ അവൻ എന്റെ ആരാ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ദുർവിധി ഉണ്ടായത്. മോളെ കേണപേക്ഷിക്കുകയാണ്. ദയവായി ഞങ്ങളെ വിട്ടയക്കണം. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ നോക്കിക്കൊള്ളാം. ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, ഈ കാര്യത്തിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാ മോളെ ഇത്രയും ശബ്ദം? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്റെ കൊച്ചുമോനെ കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഞാനത് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. പ്ലീസ് ലീവ് എവറിത്തിങ് ടു മീ. നിങ്ങൾക്ക് പ്ലീസ്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് കൊച്ചിക്ക് പോകണം. ഞാനിപ്പോ കൈമൾ സാറിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന് സാറിന് നിർബന്ധം. ഒരു ദിവസം മതി, മറ്റന്നാൾ ഞാൻ തിരിച്ചെത്താം. ഇന്നെന്റെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം. ഇപ്പൊ തന്നെ അധികമായി സർ. അച്ചോ, Many, many happy returns of the day. why? എന്റെ അമ്മച്ചി മരിച്ച ഈ ദിവസം തന്നെയാണ് ഡാഡിയുടെ പിറന്നാളെന്നത് ഞാൻ മറന്നിട്ടില്ല. താങ്ക് യു മൈ സൺ, താങ്ക് യു. ചന്തു, സർ, ഇത് കണ്ടോടാ, എന്റെ മകൻ ജോണിക്കുട്ടി എനിക്ക് കൊണ്ടുവന്നതാ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അവൻ മറന്നിട്ടില്ല. ഡാഡിയോട് മോക്ക് ദേഷ്യം ഉണ്ടാവുമല്ലേ? എനിക്കറിയാം, ഞാൻ കാരണം നിന്റെ മോനെ ആരോ തട്ടിക്കൊണ്ടുപോയി. പാവ ഈ ഡാഡി ശത്രുക്കളെ അന്വേഷിച്ച് രാപകലും നെട്ടോട്ടുമാണ് മോളെ. ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എല്ലാം എന്റെ മോനും മോക്കും വേണ്ടിയാ. സോറി, എന്റെ കൊച്ചുമോന് വേണ്ടിയാ. എടാ ചന്തു, ഈ നസറാനിക്കൊരു ദുശീലമുണ്ട്. സന്തോഷം വന്നാലും കുടിക്കും, സങ്കടം വന്നാലും കുടിക്കും.
എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണോ സങ്കടത്തിന്റെ ദിവസമാണോ? കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ നിന്നെ ഒന്ന് കാണാൻ, ഡാഡി എന്നുള്ള വിളി കേൾക്കാൻ. ഡാഡിക്ക് സന്തോഷമായി മോനെ. എന്റെ മോൻ ഡാഡിയെ മറന്നില്ലല്ലോ. സർ, നേരെ ഒരുപാടായി, നമുക്ക് അകത്തേക്ക് പോവാം. എന്റെ മോൻ ഞാൻ ശരിക്കൊന്ന് കാണട്ട, കൺകുളൊക്കെ തൃപ്തിയായിട്ട്. ഇനി മുമ്പ് വയ്ക്കൂ. ജോണി പോയല്ലേ? മോർണിംഗ് ഫ്ലൈറ്റിന് പോയി, നാളെ തിരിച്ചു വരും. ഞാൻ എഴുന്നേക്കാൻ അല്പം ലേറ്റായി. ഇന്നലത്തെ ഹാങ് ഓവർ, പിന്നെ ഇന്നലെ അല്പം ഓവറായി പോയി. ആരുതകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഡാഡിയോട് ക്ഷമിക്കണം. മീര, എനിക്ക് നീയും ജോണിയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതായാലും ഈ അഴുക്ക് ജാലിയിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്കതിന് കഴിഞ്ഞില്ല. അപ്പൻ എനിക്ക് നൽകിയ ചെങ്കോലും കിരീടവും തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ബാധ്യത പോലെ അതെന്നെ പിന്തുടരുകയായിരുന്നു. ഇന്നുവരെ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും തട്ടിക്കിഴിക്കുമ്പോ നഷ്ടമാണ് കൂടുതലും. പിന്നെ ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ പോലും നിങ്ങളെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അതിന്റെ ഒരു റിയാക്ഷനാ മീര ഇന്നലെ കണ്ടത്. ഞാനിതൊക്കെ ഇപ്പൊ മീരയോട് പറയാൻ കാരണമുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും മീരയെ ജോണിയിൽ നിന്ന് അകറ്റാനോ തട്ടിപ്പറിക്കാനോ അല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാ ഡാഡിക്കിഷ്ടം. ന്യൂയോർക്കിലുള്ള പുതിയ പാർട്ടിയുടെ പേരിൽ ബാങ്കിൽ സെപ്പറേറ്റ് LC ഓപ്പൺ ചെയ്യാം. ടോക്കിയോയിലേക്കുള്ള കാർഗോ പോയോ? നാളെ ഷിപ്മെന്റ് നടക്കും. ആ യെസ്. ആ സാറോ ഇരിക്കണം സാർ. ഓഫീസിൽ തിരക്കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വന്നപ്പോ ചന്ദ്രൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് സാറിനെ കാണുമെന്ന്. അതാ ഞാൻ ഫോൺ ചെയ്തു. പക്ഷെ സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം? യുനോ മീര വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമെന്ന് തോന്നി. അല്ല, ബാംഗ്ലൂരിലെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണിപ്പോ. സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാർ കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ ഫോർഡ് കാർ. അതിപ്പോ ബ്രേക്ക് ഡൗൺ ആയി ഇവിടെ ഒരു വർക്ക്ഷോപ്പിലുണ്ട്. ആരാണ് സാർ വണ്ടിയുടെ ഓണർ? മോഷ്ടിച്ച വണ്ടിയാകാനാണ് സാധ്യത. കാരണം കള്ള രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു അത്. RC ബുക്കോ ടാക്സ് ടോക്കണോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വണ്ടിയുടെ ഗ്ലോ കമ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതാ. ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്. ഏതാ ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്? അറിയില്ല സർ. ഈ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന അറിയാൻ വേണ്ടി ചോദിച്ചാ. വരട്ടെ. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയോ ജോണി? ഇല്ല സർ. ഉണ്ടെങ്കിൽ പറ, അന്വേഷണം നിർത്തി ഫയൽ ക്ലോസ് ചെയ്യാം. ഒരു നുണ സത്യമാക്കാനുള്ള കഴിവൊന്നും ഈ മുഖത്തിനില്ല. പിന്നെ ജോണിയുടെ ബാംഗ്ലൂർ കഥയൊന്നും എനിക്കത്ര വിശ്വാസമായിട്ടില്ല. കൂടുതൽ വല്ലതും ആ CI ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം മുട്ടി ഞാൻ കുഴഞ്ഞു പോയനെ. സത്യം തുറന്നു പറയാമായിരുന്നില്ലേ അയാളോട്? പറയാമായിരുന്നു, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന് ശേഷമായിരുന്നെങ്കിൽ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ജോണി. നമ്മളെന്തോ
വലിയ തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ. CI കാറിന്റെ കാര്യമല്ലാതെ വേറെ വല്ലതും പറഞ്ഞോ? ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് എന്ന് എഴുതിയ ഒരു കടലാസ് കിട്ടിയെന്ന് കാറിന്റെ ഗ്ലോ കമ്പാർട്ട്മെന്റിൽ നിന്ന്. ആ ഹോട്ടൽ ഏതാന്ന് CI എന്നോട് ചോദിച്ചു. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. മോനെ, ഡാഡി വിളിക്കുന്നു. അച്ചേട്ടാ, ഓ, എന്താ മോളെ? അന്നൊരു ഹോട്ടലിന്റെ പേര് പറഞ്ഞില്ലേ, സാംസന്റെ? സാംസന്റെയോ? ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്. എന്താ ചോദിച്ചത്? ജോണി എവിടെ? പീറ്ററുടെ കൂടെ പുറത്തേക്ക് പോയി. എന്താ മോളെ? ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥൻ സാംസൺ. ജോണി എന്നോടെല്ലാം പറഞ്ഞു. കാറിൽ നിന്നൊരു കടലാസ് കിട്ടിയതുകൊണ്ട് അയാളാണ് കുഞ്ഞിനെ കടത്തിയെന്ന് സംശയിക്കണോ? സാംസണെ മീര അറിയാത്തതുകൊണ്ടാ. അവനെ സംശയിക്കാമെങ്കിൽ എനിക്ക് പീറ്ററെ സംശയിക്കാം, ചന്തുവിനെ സംശയിക്കാം. എന്റെ കൂടെ ആയിരുന്നു സാംസൺ ഒരുപാട് കാലം. എന്നോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളവനാ. ചെട്ടിയാരുടെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി, എടുത്തു ചാടി. വീണ്ടും അത് ആവർത്തിക്കണോ? മോള് സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും കേട്ടോ. ഹലോ, ചന്തുവാ സംസാരിക്കുന്നത്. സംഗതി ആകെ കുഴഞ്ഞിരിക്കുകയാണ്. എറണാകുളത്ത് വർക്ക്ഷോപ്പിൽ കെട്ടിയിരുന്ന വണ്ടിയിൽ നിന്ന് നിന്റെ ഹോട്ടലിലെ ഒരു ബില്ല് കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. ജോണി മീര അത് അറിഞ്ഞു കഴിഞ്ഞു. ലോറൻസ് സാർ അവരെ സമാധാനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതായാലും നിന്നെ സംശയമില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു തരണം. ഇനിയും നിന്റെ കസ്റ്റഡിയിൽ ഇരുന്നാൽ ആപത്താണ്. എന്നിട്ട് ബാക്കി കരുക്കളൊക്കെ ഞാൻ നീക്കിക്കോളാം. ഓഹോ, എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണല്ലേ? ഇല്ല സാംസൺ, നിനക്ക് തരുമെന്ന് പറഞ്ഞ മുഴുവൻ തുകയും ഞാൻ തരും, നാളെ തന്നെ. അത് പറ്റില്ല. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് നമ്മുടെ ടേംസിൽ ഒരു ചെറിയ ചേഞ്ച്. നീ ലോറൻസിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പണം നമുക്ക് 50-50 ആക്കാം. സാംസൺ, തമാശ പറയാനുള്ള സമയമല്ലത്. അത് തന്നെയാ ഞാനും പറയുന്നത്. ചന്തു, തമാശ കളഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കൊന്നിച്ച് ലോറൻസിനെ നേരിടാം. അതിന് സമയമായിട്ടില്ല. ഓഹോ, നിന്റെ ജാതകം ശരിയാകുന്നത് വരെ ഞാൻ കാക്കണമല്ലേ? അതിന് ഞാൻ തയ്യാറാണ്. കൂടുതലൊന്നും ഫോണിലൂടെ സംസാരിക്കണ്ട. നാളെ വൈകിട്ട് 5 മണിക്ക് ഖണ്ടാലയിലുള്ള റെഡ് ഹിൽസിൽ നീ എത്തണം, കുട്ടിയുമായി. ഇല്ല, അത് നടക്കില്ല. സാംസൺ, എന്നെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നാളെ പറഞ്ഞ സമയത്ത് നീ റെഡ് ഹിൽസിൽ എത്തിയിരിക്കും. ചന്തു നിസാരനല്ല. വേണ്ടി വന്നാൽ അവൻ ലോറൻസിന്റെ സന്നാഹങ്ങൾ പോലും നമുക്കെതിരായി ഉപയോഗിച്ചു കൂടുന്നില്ല. നീ പേടിക്കാതെ, നീ ചെന്ന് ചെട്ടിയാരെ കാണുക. അയാൾ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ലോറൻസിനെ നേരിടാൻ അയാൾക്കൊപ്പം ശക്തനായിട്ട് ഇപ്പൊ ബോംബെയിൽ ചെട്ടിയാർ മാത്രമേ ഉള്ളൂ. എന്നടാ സാംസൺ, എന്നാ സമാചാരം? കലങ്കി പോയിരിക്ക? ഞാൻ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ചെട്ടിയാർ എന്നെ സഹായിക്കണം. ஆஹா, என்ன ஆபத்து? என்ன உதவி வேணும்? എല്ലാം ചെട്ടിയാർക്ക് അറിയാമല്ലോ. ஏன்டா உனக்கு எவ்வளவு தைரியம் இருந்தா அந்த லாரன்ஸோட பேரனை கடத்திட்டு போய் அவனையே பிளாக்மெயில் பண்ணிருப்ப. ഞാനല്ല ചെട്ടിയാർ, ആ ചന്തു എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. நீ அப்படி சொன்னா அதை யார் நம்புறது? இப்ப குழந்தை உங்ககிட்ட தான் இருக்கு. ആമാ, ചെട്ടിയാർ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് വേറെ ആരുമില്ല. உனக்கு உதவி பண்றதுனால எனக்கு என்னடா பிரயோஜனம்? അത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. உனக்கு நான் ஹெல்ப் பண்றேன். ஆனா முதல்ல அந்த குழந்தைய என்கிட்ட ஒப்படைச்சிரு. ചന്തു, സാംസൺ, ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്. നീ പറഞ്ഞതിൽ 50,000 കൂടുതൽ. ഇനി ആ കുഞ്ഞിനെ അന്നേക്ക്. മനസ്സിലായില്ല? ചെയ്ത ജോലിക്കുള്ള കൂലി മനസ്സിലായില്ലേ? ഓഹോ, ഈ പിച്ചക്കാശ് തരാൻ വേണ്ടിയാണോ എന്നോട് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞത്? 2 കൂലിത്തല്ലുകാരെ കൂടെ വിട്ട് തന്നതിനും കുറച്ചു ദിവസം കുഞ്ഞിനെ സൂക്ഷിച്ചതിന് ധാരാളം മതി. കൊള്ളാം നിന്റെ ബുദ്ധി. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ
ലോറൻസിനോട് നീ ഒറ്റയ്ക്ക് വിലപേശിക്കൊള്ളാമെന്നല്ലേ? കിട്ടുന്ന ലക്ഷങ്ങൾ അങ്ങനെ നിനക്ക് ഒറ്റയ്ക്ക് തട്ടാമല്ലോ. അതെന്റെ സൗകര്യം. കുഞ്ഞിനെ തന്നില്ലെങ്കിലോ? സാംസൺ, കുഞ്ഞ് നിന്റെ പക്കലുണ്ടെന്ന് ലോറൻസ് അറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, അലക്സ് നിന്റെ കൂടെ ഉള്ള ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് കേൾക്ക്. ഈ പണം വാങ്ങി കുറച്ചു ദിവസം നീ ഇവിടെ നിന്ന് മാറിയിക്ക്. ഇല്ലെങ്കിൽ നിന്റെ ബോസ് എന്നെ കൊല്ലുമായിരിക്കും അല്ലേ? ഒപ്പം നീയും എന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് മതി. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കുഞ്ഞിന് വേണ്ട. സൗകര്യമില്ല തരാൻ. ഇനി ടേംസ് ഞാൻ സംസാരിക്കും, നീ അനുസരിക്കും. ലോറൻസിനെ ചൊല്ലിയുള്ള ഭീഷണികൾ എന്റെ അടുത്ത് ചിലവാകില്ല. അതിന് വരട്ടെ, ഞാൻ നേരിട്ടോളാം. സാംസൺ, സാംസൺ, കുഞ്ഞവിടെ? എന്നെ ഇനി ഒന്നും ചെയ്യരുത്. കുഞ്ഞെന്റെ പക്കലില്ല. ചെട്ടിയാർ കൊണ്ടുപോയി. ചെട്ടിയാർ അയാളുടെ വീട്ടിലുണ്ടാവില്ല. ലോനാവില്ലയിലുള്ള അയാളുടെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോയിട്ടുണ്ടെന്ന് ഗുർബച്ചൻ സിംഗിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പീറ്റർ എവിടെ? താഴെയുണ്ട്. വാഹനങ്ങളും ആളുകളും റെഡി ആയിട്ടുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ജോണിയും മീനും തനിച്ചല്ലേ ഉള്ളൂ. എന്തെങ്കിലും മെസ്സേജ് കിട്ടിയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ശരി സാർ. तुम लोग उस तरफ जाओ. चलो जाओ जल्दी. லாரன்ஸ், நீ புத்திசாலின்னு எனக்கு நல்லா தெரியும். கூட்டத்தோட வந்து செட்டியார புடிச்சிடலாம்னு நினைச்சிடாத. இப்படி கலாட்ட பண்ண உன் பேர குழந்தையோட உயிருக்கு பாதுகாப்பே இருக்க. மறுபடியும் மறுபடியும் உன்னை நான் வார்னிங் பண்ண வேண்டாம்னு நினைக்கிறேன். நாளைக்கு இதே நேரத்துல நீ தனியா இங்க வரணும். உன் கூலி போட்டாலும் கூட வரக்கூடாது. அது மட்டும் இல்ல, உன் பேர குழந்தையோட உயிருக்கு ஒரு சின்ன பரிசும் கொண்டு வர. ரொம்ப ரொம்ப சின்ன பரிசு தான், 2 கோடி ரூபாய். இந்த சின்ன பரிசை கூட கொடுக்க மாட்டேன்னு அடம் பிடிச்சேன்னு வெய்ய, குழந்தையோட டெட் பாடியை கூட கண்ணில் பார்க்க மாட்டேன். செட்டியாரை பத்தி தான் உனக்கு நல்லா தெரியும்ல. நீ புத்திசாலியாச்சே, சொன்னபடி செஞ்சுடுவ. പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ പോലീസിലെ അറിയിക്കാമെന്ന്. സമ്മതിച്ചില്ലല്ലോ അപ്പനും മോനും. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച
പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, തീർച്ച. കരയാതെ മോളെ, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഞാൻ വീണ്ടെടുക്കും, എന്റെ ജീവൻ പോലും. ചന്തു, സർ, അയാൾ ചോദിച്ച തുക ക്യാഷായി ഏതായാലും നമ്മുടെ പക്കലുണ്ടാവില്ല. എന്ത് വിറ്റായാലും കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആ തുക ഉടനെ ഉണ്ടാക്കണം. ക്ലുക്ക്. സർ, ക്യാഷ് മുഴുവൻ റെഡിയല്ലേ? റെഡിയാണ് സർ. പറഞ്ഞ തുക മുഴുവൻ ഇതിലുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഡാഡി, ഞാനും കൂടെ വരാം. വേണ്ട, എന്നോട് അവർ ഒറ്റയ്ക്ക് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് തീർക്കാൻ ഞാൻ തന്നെ മതി. लॉरेंस, रुक जाओ. चलो. பாக்ஸ மேல வை. ஓபன் பண்ணு. லாரன்ஸ், நான் செய்யாத பழியை என் மேல சுமத்தினல்ல, அதுக்கு பிராய்ச்சித்தம் தான் இது. കുഞ്ഞോടെ, டே சாம்சன், லாரன்ஸ் குழந்தை வேணுமாடா? തോക്ക് ആളെ നമ്പറ. டேய் போடா. ഇവരോട് പുറത്തു പോകാൻ പറയേ. പറടാ. போடா போடா போடா. உண்டா, சீக்கிரம் போடா.
കിടക്ക്. എവിടാ കുഞ്ഞ? அங்க இருக்கு. നടക്ക്. ഹേറോ டே லாரன்ஸ், இப்ப என்னடா சொல்ற? இப்போ உன்னை பார்க்க ரொம்ப பரிதாபமா இருக்குடா. டே லாரன்ஸ், இவ்வளவு நாள் நீ புலியா இருந்த, நான் பூனையா இருந்தேன். ஆனா இப்போ நீ எலி ஆயிட்ட, நான் பூனையாவே தான் இருக்கேன். பூனைன்னா புரியல, பூச்சா பூச்சா. എവിടെ എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞവിടെ പറയടാ. എവിടെ പറയാൻ? ഇവിടെ ഉണ്ട് മോനെ. മോനെ கண்ணை மூடிக்கிட்டு பூச்சை பால் சாப்பிடுறப்போ பூலோகமே இருண்டு போச்சுன்னு நினைக்குமா? நீ கண்ணை மூடிக்கிட்டு பாவத்தை செஞ்ச, அதனால தான் உன் கண்ணுக்கு நான் எலியா தெரிஞ்சேன். நான் எலி இல்லை, எப்பவுமே புலிதான். நீ பூச்சை தான். பூச்சைன்னா தெரியல, பூனை.
ഷാജിയെ കൊല്ലല്ലേ മോനെ. പപ്പാജിയെ ഞാൻ ഷൂട്ട് ചെയ്യും. ഡിഷും ഡിഷും. അയ്യോ എന്റെ പൊന്നും കൂട്ടാ, ഇതൊന്നും എടുത്ത് കളിക്കല്ലേ. ഇപ്പൊ കളിത്തോക്ക്, കുറെ കഴിഞ്ഞ വലിയ തോക്ക്. കൊടുക്കറ അങ്ങോട്ട്, അവന്റെ ഒരു ഗുണദോഷം. മുത്തശ്ശന്റെ തനി പകർപ്പാ. തോക്കിനോടാ അത്ര ചെറുപ്പത്തിലേ താല്പര്യം. വലുതായാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. സർ, ഇവർക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എന്നത്തേക്ക് റിസർവ് ചെയ്യണം? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവരോട് തന്നെ ചോദിക്കേ. എന്നാണ് സർ പോകേണ്ടത്? അടുത്ത സൺഡേ ആയിക്കോട്ടെ. ടിക്കറ്റിന് വിളിച്ചു പറയട്ടെ സർ? ചന്തു, അത് വേണ്ട. ഇല്ല ഡാഡി, ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. മോളെ, അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം. പപ്പാജി ഇനി എനിക്ക് മറ്റൊന്നും നേടാനില്ല. ഒന്നും. ഹലോ, ലോറൻസ് ഹിയർ. ഇത് ഞാനാണ്, സാംസൺ. പേരക്കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും താനിപ്പോൾ, അല്ലേ മിസ്റ്റർ ലോറൻസ്? നമ്മുടെ വടക്കം പാട്ടിലൊരു ചന്തുണ്ട്, വിശ്വസിച്ചവരെയെല്ലാം വഞ്ചിച്ച ചന്തു, ചതിയൻ ചന്തു. അതൊരു പഴയ കഥ. പക്ഷേ ഇപ്പൊ തന്റെ കൂടെ ഒരു ചന്തുവില്ലേ, അവൻ ചതിയനാണ്, ഒന്നാം തരം ചതിയൻ. Shut up, you bloody liar. ചൂടാവാതെ സമാധാനമായിട്ട് കേൾക്കൂ. തന്റെ പേരക്കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തതും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചതും തന്റെ വിശ്വസ്തനായ ചന്തു തന്നെയാണ്. You rascal, liar, cheat. ശരിയാണ് സർ, ഞാൻ അതൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ താൻ അന്വേഷിച്ചോ. കുഞ്ഞിനെ തട്ടിയെടുത്ത ദിവസം ചന്തു എന്റെ ആളുകളോടൊപ്പം കൊച്ചിയിലെ ഇന്റർനാഷണൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. കിഡ്നാപ്പ് ചെയ്യാനുള്ള കാറ് ഇവിടെ ബൈക്കുള്ളിലുള്ള ബ്രോക്കർ രമേശിന്റെ പക്കൽ നിന്ന് വാങ്ങിയതും ചന്തു തന്നെ. കുഞ്ഞിനെ കാണാതായതിന്റെ തലേ ദിവസത്തെ കൊച്ചിൻ ഫ്ലൈറ്റിൽ ചന്തു ഉണ്ടായിരുന്നു. നിങ്ങളുടെ ട്രാവൽ ഏജന്റ് ഗുപ്തയാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. No, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഒപ്പം കുറെ കാലം നിന്നിട്ട് എന്നെ വഞ്ചിച്ചവനാണ് നീ. I don't believe you. Sorry. ചന്തു, രാവിലെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഒരുപാട് പ്രോബ്ലംസ്. ഞാൻ അത്യാവശ്യമായിട്ട് അവിടെ വരെ ഒന്ന് ചെല്ലണം. ഒറ്റയ്ക്കാണോ സാർ? അതെ, മീരയും കുഞ്ഞു ഇവിടെ തന്നെ നിൽക്കട്ടെ. ഡാരിക്കൊരു കൂട്ടാവുമല്ലോ. ചന്തു എന്റെ കൂടെ വരണം. ഒറ്റയ്ക്ക് പോകാനൊരു മടി. അതിപ്പോ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ജനിച്ച നാളെന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാറില്ലേ? ജനിച്ചത് കേരളത്തിലാണെന്ന് മാത്രം അറിയാം. പക്ഷെ ഓർമ്മ വെച്ചപ്പോ കണ്ടു തുടങ്ങിയത് ഈ മഹാനഗരമാണ്. പലപ്പോഴും തോന്നും നാട്ടിലൊന്ന് പോണം, ബന്ധുക്കൾ ആരും ഇല്ലെങ്കിലും കുറച്ചുനാൾ അവിടെ താമസിക്കണം എന്നൊക്കെ. മനസ്സിലെ ആഗ്രഹം മാത്രമാണ്, ഇതുവരെ നടന്നിട്ടില്ല. ആ ആഗ്രഹം ഇപ്പൊ നടക്കട്ടെ. ആ പിന്നെ എനിക്കൊരു ഫോറിൻ കാർ വേണം. ബെൻസോ, കാഡിലാക്കോ, ഫോർഡോ, ഏതെങ്കിലും പഴയത് മതി. അന്വേഷിക്കാം സാർ. ബൈക്കിളയിലുള്ള കാർ ബ്രോക്കർ രമേശിനോട് പറഞ്ഞാൽ പോരെ? ചന്തുവിന്റെ ഫ്രണ്ട് രമേശ്. ഞാൻ ഇന്നലെ അയാളെ പരിചയപ്പെട്ടു. ചന്തുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് അയാൾ പറയുകയും ചെയ്തു. ശരിയാണ്. ഒരു മാസം മുമ്പ് അയാളുടെ അടുത്ത് നിന്ന് ചന്തു ഒരു ഫോർഡ് കാർ വാങ്ങിയില്ലേ? അത് ആർക്ക് കൊടുത്തു? ഞാൻ വാങ്ങിയെന്നോ? എന്ന്? കഴിഞ്ഞ മാസം 15-ാം തീയതി. ഓ, ആ വണ്ടി. അത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി വാങ്ങിയതാ. മിസ്റ്റർ അലക്സിന് വേണ്ടി അല്ലേ? ആ വണ്ടി ഇപ്പൊ എറണാകുളത്തൊരു വർക്ക്ഷോപ്പിലുണ്ട്. ബ്രേക്ക് ഡൗൺ ആയതാ. പിന്നെ അലക്സ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും വിലയുള്ള കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് പോരാൻ അലക്സിന്റെ അത്ര വലിയ കോടീശ്വരനാണ്.
ഏത് അലക്സിന്റെ കാര്യമാ സാറി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അലക്സിനെ ചന്തുവിനറിയാം. ഇവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് വേണ്ടി കൊള്ളയും കൊലയും നടത്തുന്ന അലക്സിനെ ചന്തു നന്നായിട്ട് അറിയും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ മാസം 18-ാം തീയതി എറണാകുളത്ത് ഇന്റർനാഷണൽ ഹോട്ടലിൽ ചന്തുവിന്റെ കൂടെ താമസിച്ചിരുന്ന അലക്സ്. ഇന്റർനാഷണൽ ഹോട്ടലോ? അതെ. നിന്റെ മനസ്സിലെ ആഗ്രഹം പോലെ കുറച്ചുനാൾ അവിടെ തങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം ജന്മനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നീ അവിടെ വന്നു. അന്നാണ് എന്റെ കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. ശരിയല്ലേ? എനിക്കൊന്നും അറിയില്ല. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പറയണോ, നിനക്കൊന്നും അറിയില്ലേ? ഇല്ല. പറയണോ? എനിക്കൊന്നും അറിയില്ല. ആരാണ് അലക്സ്? എനിക്കറിയത്തില്ല. പറയണോ? ആരാണ് അലക്സ് എന്ന് പറയാൻ? കൊന്നുകളഞ്ഞ എനിക്കറിയില്ല. ജോണി, എന്താ ജോണി ഇത്? ജോണി, എന്താ നീ കാണിക്കുന്നേ? അവൻ എന്താ ചെയ്തേ? തേനും പാലും കൊടുത്ത് വളർത്തിയ വിശ്വസ്ത സേവകനാണല്ലോ ഇവനാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. എന്താ നീ പറയുന്നേ? ഇറ്റ്സ് എ ട്രൂത്ത്. ഇവനും സാംസണും കൂടെ ചേർന്നാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഓഹോ, സാംസൺ നിന്നെയും തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ? ഇനി ഇവനെ ന്യായീകരിക്കാണോ? ആരും എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. എന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? ഡാഡിക്ക് എന്നെ വിശ്വാസമില്ലേ? എങ്കിൽ വിളിച്ചു വയ്ക്ക്. കാർ ബ്രോക്കർ രമേഷിനെ, നിങ്ങളുടെ ട്രാവൽ ഏജന്റ് ഗുപ്തയെ, എറണാകുളത്ത് ഇന്റർനാഷണൽ ഹോട്ടലിൽ. ഇനിയും വേണോ തെളിവുകൾ? ജോണി, എനിക്ക് ചന്തുവിനെ നന്നായിട്ടറിയാം. 16 വയസ്സ് മുതൽ എന്റെ കൂടെ വളർന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് അവൻ. ഞാൻ പറഞ്ഞ ഡാഡി വിശ്വസിക്കില്ല അല്ലേ? ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. ജോണി, വേണ്ട. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ജോണി സാർ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് സാംസണുമായി ചേർന്ന് കുഞ്ഞിനെ തട്ടിയെടുത്തത് പണത്തിനു വേണ്ടി. ഇനി അവനെ തൊട്ടുപോകരുത്. അവൻ നിരപരാധിയാണ്. നിരപരാധി? നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതൊരു അപരാധമല്ലല്ലോ. ജോണി, നിന്റെ മകനെ, എന്റെ കൊച്ചുമോനെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ തന്നെ. ഈ വളർത്തുനായെ രക്ഷിക്കാൻ സ്വയം ബലിയാടാവുകയാണോ? അല്ല, സത്യം അതാണ്. വലിയൊരു നേട്ടത്തിന് വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്തു. ചെറുതാണെന്ന് കരുതിയ ഒരു തെറ്റ്. പക്ഷേ അവസാനം അതിന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി. മോനെ, മനസ്സിലായില്ല. പറയാം, എല്ലാം പറയാം. വളരെ നാളുകളായി എന്റെ മനസ്സിലൊരു തോന്നൽ, എന്റെ ജീവിതം കഴിയാറായി എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോ മനസ്സിലായി, ജീവിതം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോ എന്റെ മകനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ടായി. അതിന് കരുവാക്കിയതാണ് നിന്റെ മകനെ. അതിനുവേണ്ടി നടത്തിയ നാടകമായതൊക്കെ. എന്താ ഡാഡി ഇത്? കെട്ടുകഥകൾ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കുകയാണോ? അല്ല മോളെ, സത്യം അതാണ്. എന്റെ ശത്രുക്കൾ ആരോ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. അവരുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വീണ്ടെടുത്തുന്ന ജോണിയെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ അവന്റെ സ്നേഹവും ദൈവവും നേടിയെടുക്കാമെന്ന് ഞാൻ വ്യാമോഹിച്ചു. ചെട്ടിയാരുടെ മേൽ കുറ്റം ആരോപിച്ച് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ ഞാൻ മനഃപൂർവ്വം പദ്ധതികളുണ്ടാക്കി. ആ വൈരാഗ്യം ചെട്ടിയാരെയും കുഞ്ഞിന്റെ കാവലേൽപ്പിച്ചിരുന്ന സാംസണെയും തമ്മിൽ അടുപ്പിച്ചു. അവരെനിക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ അണിയറയിൽ ഞാൻ ഒരുക്കിയ നാടകത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു മോനെ. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സമാധാനം പറയുമായിരുന്നു? Can you replace him with your money or power? ഏതാനും ദിവസങ്ങൾ നിന്റെ മോനെ പിരിഞ്ഞിരുന്നപ്പോ നീ അനുഭവിച്ച വേദന കഴിഞ്ഞ 17 വർഷങ്ങളായി ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എനിക്ക് നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും കേൾക്കണ്ട. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. Get ready.
മോളെ, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അവനോ എന്നെ വിട്ടിട്ട് പോകരുതെന്ന്? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. ഒന്ന് മാത്രം എനിക്ക് അപേക്ഷിക്കാൻ, ഈ അവസാന നിമിഷത്തിലെങ്കിലും എന്റെ മോനും മോളും കൊച്ചുമോനും എന്റെ ഒപ്പം ഉണ്ടാവും. എന്നെ വിട്ടിട്ട് പോവില്ല എന്ന് പറയും മോളെ. ഈ വയസ്സിന് ആരുമില്ല, ആരുമില്ല മോളെ. एनी टैक्सी एयरपोर्ट जाने के लिए. Mission. थैंक यू. मामने Daddy and the gun. मेरे वरे पो. മോനെ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്താ പ്രായച്ചിത്തം ചെയ്യും? എന്താ ഞാൻ പകരം തരേണ്ടത്? എന്റെ സ്വത്തോ അതോ ജീവനോ? ദൈവം വിചാരിച്ച് എന്നെ വിട്ട് പോകരുത് മോനെ. കുറച്ച് നിമിഷത്തേക്ക് നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്കൊരു മനുഷ്യനാകാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടത്തെ തെരുവിലെ ഗുണ്ടകളുടെയും ക്രിമിനൽസിന്റെയും കൂടെ കഴിഞ്ഞ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെന്ന് കരുതി ഞാനാണ് മണ്ടൻ. മീര വരെ പോവാം. ജോണി, Shut up. നമുക്ക് വരുന്നുണ്ടോ എന്റെ അവിടെ? ഇല്ലെങ്കിൽ ഇവിടെ കഴിയാം ഇയാളുടെ ആശ്രയമായിട്ട്. ജോണി, ജോണി, പോകരുതെന്ന് പറയും മോളെ. എന്റെ കുഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയടാ.